Ladies and gentlemen, this is Adarsh and welcome to My Ganadi. ഒരു മിത്തോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ സീരീസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന സീരിയൽ കില്ലിങ്സും പരിപാടിയൊക്കെ പറഞ്ഞു പോണ ഒരു സീരീസ് വന്നിട്ടുണ്ട്. 15 കൊല്ലമായിട്ട് 15 കില്ലിങ്സ് ഇന്നേ വരെ നടന്നിട്ടുണ്ട്. ഓരോ ഉത്സവ സീസണിലും അമ്പലക്കുളത്തിൽ ഒരു ഡെഡ് ബോഡി കൊന്നു. ആൻഡ് അവര് പറയുന്നത് ഭയങ്കര അന്ധവിശ്വാസികളാണ് ആ ഗ്രാമത്തിലുള്ളവര്. അവരുടെ ദൈവം ശങ്കാസുരൻ വന്നിട്ട് പാപം ചെയ്തവരെ കൊല്ലാണ് ഇത്ര. അത് ഞങ്ങൾക്ക് ഈ രാവണന്റെ കോലം കത്തിക്കുന്ന പോലെയാണ്, ആചാരമാണ്. ഞങ്ങൾക്ക് ഒരു പ്രശ്നവും കംപ്ലൈന്റും ഇല്ല. ഇത് ഇന്നേ വരെ ഒരൊറ്റ മനുഷ്യൻ അന്വേഷിച്ചിട്ടുമില്ല. ആ സമയത്താണ് ആ ഗ്രാമത്തിലോട്ട് ഒരു പോലീസ് ഓഫീസർ വരുന്നത്. പിന്നെ നടക്കുന്ന അന്വേഷണവും പരിപാടിയൊക്കെയാണ് ഇത് പറയുന്നത്. ഇത് സീരിയൽ കില്ലിംഗ് ആണോ അല്ലെങ്കിൽ ശങ്കാസുരൻ വന്ന് കൊന്നതാണോ ദൈവത്തിന്റെ ശിക്ഷയാണോ, അത് ഈ സീരീസ് കാണുമ്പോൾ മനസ്സിലാവും. സീരീസിന്റെ പേര് ദേവ് കേൽ. ഞാൻ ഈ ചുമ്മാ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മർഡർ മിസ്റ്ററി, മിത്തോളജിക്കൽ മിസ്റ്ററി, അതായത് മറ്റേ മിത്തോളജിക്കൽ എലമെന്റ്സ് ഉള്ള സീരീസ് ഒക്കെ എന്റെ ഫേവറേറ്റ് ആണ്. അപ്പൊ ഞാൻ കണ്ടു നോക്കാൻ വിചാരിച്ചു. ഓരോ എപ്പിസോഡ് 20 മിനിറ്റ് ഒക്കെ ഉള്ളു. ഇവിടെയാണ് ഈ C5ഉം ജിയോ ഹോട്ട്സ്റ്റാർ ഒക്കെ ഈ ആമസോൺ വെച്ച് നോക്കുമ്പോഴും നെറ്റ്ഫ്ലിക്സ് വെച്ച് നോക്കുമ്പോഴും കിഡു OTT പ്ലാറ്റ്ഫോം ആണ് പറയുന്നത്. 5-6 എപ്പിസോഡ് ഉണ്ടാവും. ഒരു എപ്പിസോഡ് ഏകദേശം 20 മിനിറ്റ് ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് ക്ഷമ പരീക്ഷിക്കില്ല. ആമസോണിലൊക്കെ ഒരു എപ്പിസോഡ് എന്താ 50 മിനിറ്റ്, ആരിരുന്ന് കാണാനാണ്? അങ്ങനത്തെ ഒരു 8 എപ്പിസോഡ് ഉണ്ടാവും. എന്ന് കണ്ട് തീർക്കാനാണ്. നെറ്റ്ഫ്ലിക്സിലും ഓൾമോസ്റ്റ് സിമിലർ സിറ്റുവേഷൻ ആണ്. എന്നാൽ ജിയോ ഹോട്ട്സ്റ്റാറും C5ഉം നല്ല ആൾക്കാരാണ്. 7 എപ്പിസോഡ് ഉണ്ട്. ഒരു എപ്പിസോഡ് ഏകദേശം 25 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ. ചുമ്മാ ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോ തന്നെ അതിലൊരു സീന് കാണുമ്പോ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു 7 എണ്ണവും ഞാൻ കണ്ടു തീർക്കുന്നത്. ഈ കാന്താരയുടെ മ്യൂസിക് പോലെ ഒരു സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം മിത്തോളജിക്കൽ പരിപാടിയാണല്ലോ. സോ ഇത് ഒരിക്കലും ഒരു വൻ കിഡു സീരീസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ സാധനമാണ്. അതായത് ചുമ്മാ സമയം പോവാതിരിക്കുമ്പോ കണ്ടു നോക്കാം. കാരണം ഇത് വലിയ ത്രില്ല് അടിപ്പിക്കുന്നൊന്നുമില്ല. ഇതിന്റെ കൺസെപ്റ്റ് കിഡു ആയിരുന്നു. കിഡു കൺസെപ്റ്റ് ആയിരുന്നു. ആദ്യത്തെ 1-2 എപ്പിസോഡൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു നല്ലൊരു സ്റ്റാർ കാസ്റ്റില് അത്യാവശ്യം പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാർസിനൊക്കെ വെച്ച് എടുത്തെന്ന് വെച്ചാൽ പെട സാധനമായേനെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറാഠി സീരീസ് ആണ്. അപ്പൊ എനിക്ക് ബേസിക്കലി മറാഠിയിലുള്ള ആ ഒരു ആൾക്കാരെ ഒന്നും അറിയില്ല, ആക്ടേഴ്സിന് അറിയില്ല. ചിലപ്പോൾ അതിന്റെ പ്രശ്നമായിരിക്കും. സബ് ടൈറ്റിൽ മാത്രം അവൈലബിൾ ഉള്ളൂ, ഡബ്ഡ് വേർഷൻ അവൈലബിൾ അല്ല. മറാത്തിയില് അണ്ണ പറഞ്ഞ അച്ഛന്നാണ് അല്ലേ? എനിക്കിപ്പോഴാ മനസ്സിലായത്. ഞാൻ നോക്കുമ്പോൾ സബ് ടൈറ്റിലും അണ്ണ പറയുന്നുണ്ട്. ഇങ്ങേർക്ക് ഇത്രയും പ്രായമായിട്ടുള്ള അണ്ണനൊക്കെ ഉണ്ടോ? ഞാൻ എങ്ങനെ വിചാരിക്കുന്ന സമയത്ത് അണ്ണ പറഞ്ഞ അച്ഛനാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. ആൻഡ് ദാറ്റ് വാസ് നൈസ്. സോ ടുവേർഡ്സ് എൻഡ് ഒക്കെ ആവുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും ഒരു തവണ കണ്ടിരിക്കാം. ഇതിൽ കില്ലർ ഇന്ന ആളായിരിക്കും എന്നൊക്കെ നമുക്ക് കുറെ കഴിയുമ്പോഴൊക്കെ മനസ്സിലാവും. ഒരു ത്രില്ല് അടുപ്പിക്കാൻ ഈ സീരീസിന് പറ്റിയിട്ടില്ല. ബാക്കിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. ഗ്രാമത്തിന്റെ ഭംഗി, അങ്ങനത്തെ വിഷ്വൽസ് ഒക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. ആൻഡ് ഇതിൽ അഭിനയിച്ചവരിൽ എല്ലാവരും കിടുവായി പെർഫോം ചെയ്തിട്ട് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല. എല്ലാവരും ആവറേജ് പെർഫോമൻസേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വൻ കിഡു സീരീസ് ഒന്നും പറയാൻ പറ്റില്ല. ചുമ്മാ അങ്ങനെ കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. കാരണം 20-25 മിനിറ്റിന്റെ എപ്പിസോഡ്സേ ഉള്ളൂ. വലിയ ബോറടിയും പരിപാടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ യൂഷ്വലി കണ്ടുവരുന്ന റൊമാൻസ്, തേങ്ങാ പിണ്ണാക്ക്, മാങ്ങാത്തൊലി, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ചുമ്മാ അങ്ങനെ ഇരുന്ന് കാണാം. ഈ 15 കില്ലിങ്സ് ആരാണ് നടത്തിയത്, എന്തിനാണ് നടത്തിയത്, ഈ അന്ധവിശ്വാസികളായ നാട്ടുകാരെ കുറെ പൊട്ടത്തരങ്ങൾ